സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. ഇത്രയും ക്വാളിറ്റി ക്ലാസ്സും ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സാമും നടത്തുന്ന വേറൊരു സ്ഥാപനം കേരളത്തുമില്ല, ഇന്ത്യയിലും ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും. ഇപ്പോഴും ഏറ്റവും ഗ്ലാമർ പ്രൊഫഷൻ MBBS ആണോ? ഇന്നിപ്പം സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഒരു ഡോക്ടറാണ്. രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെ പഠിപ്പിക്കുന്നുണ്ട്. അതൊരു പാഷനാണല്ലേ? ആണ്, തീർച്ചയായിട്ടും. ഇന്നത്തെ തലമുറ വളരെ മിടുക്കരാണ്. അവർ പണ്ട് 5 മണിക്കൂർ പഠിച്ചുകൊണ്ടിരുന്നത് അവർ 1 മണിക്കൂർ ഇരുന്ന് പഠിച്ചാൽ മതി, അവർക്ക് എവിടെ വേണമെങ്കിലും എത്താൻ പറ്റും. ഏറ്റവും ഹൈലി ക്വാളിഫൈഡ് ടീച്ചേഴ്സാണ് ഗവൺമെൻറ് സെക്ടറിലിരിക്കുന്നത്. ഇവരെ പോലെ മിടുക്കർ വേറെ ആരുമില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിജയം നേടാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും സഫയറിനകത്ത് കൊടുക്കുന്നുണ്ട്. എൻട്രൻസ് ജയിക്കാൻ എന്തെങ്കിലും ഒരു മാജിക് ഉണ്ടോ? എൻട്രൻസ് കോച്ചിങ്ങിൽ കേരളത്തിലെ 1-ാം നമ്പർ സ്ഥാപനമായ സഫയർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചെയർമാനും പ്രധാന അധ്യാപകനുമായ ഡോക്ടർ ശ്രീ വി സുനിൽകുമാറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ സുനിൽകുമാർ. നമസ്കാരം സാർ. ഇപ്പം സഫയർ കേരളത്തിലൊട്ടാകെ 17 കേന്ദ്രങ്ങളുണ്ട്. അതെ. അതോ 10,000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. അതെ. പലവട്ടവും എൻട്രൻസ് പരീക്ഷയിൽ 1-ാം റാങ്ക് അവിടെ പഠിക്കുന്ന കുട്ടികൾ നേടുന്നു. എന്താണ് സഫയർ മാജിക്? നമ്മൾ ടീച്ചിങ് സ്റ്റാഫും നോൺ ടീച്ചിങ്ങിൻ്റെ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വലുപ്പമൊന്നോ ചെറുപ്പമൊന്നുമില്ല. പിന്നെ ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഉള്ള പാരൻസിൻ്റെ സപ്പോർട്ടാണ്. ആ കിട്ടിപ്പോകുന്ന കുട്ടികൾ പലരുടെയും പറഞ്ഞാണ് നമുക്കിങ്ങനെ കുട്ടികൾ കൊണ്ടെത്തിക്കുന്നത്. അത് പല വഴിയിൽ കിട്ടുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ വഴി കിട്ടുന്നുണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സുകളും. എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഓഫ്ലൈനിലാണ്. നേരിട്ട് വന്ന് പഠിക്കുന്നതിലാണ്. സഫയർ എന്ന് പറഞ്ഞാൽ മന്ദമാരുതൻ എന്നാണ് അർത്ഥം. അതെ. സാധാരണ ഒരു തീവ്രമായ പരിശീലനമാണ് നൽകുന്നതെങ്കിൽ അവിടെ ഒരു അധ്യാപനത്തിൻ്റെയും ഒരു പരിപാലനത്തിൻ്റെയൊക്കെ ഒരു ഇളം കാറ്റ് അവിടെ വീശുന്നുണ്ട്. തീർച്ചയായിട്ടും ഉള്ളത്. കാരണം നമ്മളെ ടീച്ചേഴ്സ്, മെൻറ്റേഴ്സ്, ഹോസ്റ്റൽ വാർഡന്മാർ അവരെല്ലാം കർക്കശാകേണ്ട സമയത്ത് കർക്കശാവും. ബട്ട് എന്നാലും അവരെ കൂടെയാണ്, കുട്ടികളെ കൂടെയാണ്. നമ്മൾ ഒരേ വേവ് ലെന്തിലാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. താങ്കളൊരു ഫിസിക്സ് അധ്യാപകനാണ്. അതെ. സ്കൂൾ അധ്യാപകനായിരുന്നു. അതെ. വേണമെങ്കിൽ ഒരു സ്കൂളോ കോളേജോ ഒക്കെ തുടങ്ങാമായിരുന്നു. പക്ഷേ ഒരു കോച്ചിങ് സെൻറ്റർ എന്നുള്ള ഒരു ആശയത്തിലേക്ക് വരാൻ കാരണം എന്താ? കാരണം ഇന്നിപ്പം സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഒരു ഡോക്ടറാണ്. കാര്യം സാധാരണ നമ്മൾ ഒരാളെ പരിശീലിപ്പിക്കുമ്പം അയാൾ ചിലപ്പോൾ ഒരു എൻജിനീയർ ആയിക്കഴിഞ്ഞാൽ മാക്സിമം ചിലപ്പോൾ ഒരു റൂമിൻ്റെ അകത്ത് അടച്ചിട്ടിരിക്കും. പക്ഷേ ഒരു ഡോക്ടറാണെങ്കിൽ അയാൾക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ പറ്റും. എളുപ്പത്തിൽ ഒരുപാട് ഇപ്പം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെയാണ് അവർ പല കുട്ടികളും അതൊരു സേവനമായിട്ടാണ് കണക്കാക്കുന്നത്. എനിക്കറിയാവുന്നുള്ള ഒത്തിരി കുട്ടികളുണ്ട്. വളരെ മിനിമം തുച്ഛമായ പൈസയ്ക്ക് വർക്ക് ചെയ്യുന്നവരുണ്ട്. ബട്ട് രാവും പകലും ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ നമ്മളത് കണ്ട് ഇങ്ങനെ കുറേ കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഒരു സ്പിരിറ്റ് നമ്മളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇത് തുടങ്ങാൻ കാരണം. ഇപ്പോൾ അവിടെ MBBS, എഞ്ചിനീയറിംഗ്, JEE, നീറ്റ് ഇതിൻ്റെയൊക്കെ പരിശീലനങ്ങളുണ്ട്. അതെ. ഇപ്പോഴും ഏറ്റവും ഗ്ലാമർ പ്രൊഫഷൻ MBBS ആണോ? ഉറപ്പാണ്. കാരണം അത് 2 രീതിയാണ്. ഒന്നാമത്തെ രീതി, നമുക്ക് സൊസൈറ്റീന് അവർക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. കാര്യം എൻ്റെ അച്ഛനെയോ അമ്മയോ കണ്ടാൽ ചിലപ്പോൾ ഓടിയെത്തണമെന്നില്ല. പക്ഷേ എന്നെ രക്ഷപ്പെടുത്തിയ ഒരു ഡോക്ടറാണെങ്കിൽ ആദ്യം ഞാൻ കണ്ടോറിനെ ബഹുമാനിക്കുന്നതായിരിക്കും. കാരണം എനിക്കൊരു ജീവിതം വീണ്ടും കിട്ടുകയാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അകത്ത് ഇപ്പോഴും അതിന് വലിയ ഇമ്പോർട്ടൻസ് തന്നെയാണ്. ഇപ്പോൾ തന്നെ MBBS പഠിച്ചാൽ മാത്രം പോരാ, MDയും DM-ഉം എല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റി എല്ലാം ആവശ്യമാണ്. ഒരുപാട് വർഷങ്ങൾ പോകും. എന്നിട്ടും കുട്ടികൾക്ക് അതിനോടാണ് താല്പര്യം. തീർച്ചയായിട്ടും ഒരു 35 വയസ്സ് കൊണ്ട് അവർക്ക് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ 80 വയസ്സ് വരെ ലൈഫ് ടൈം ഉണ്ടെങ്കിൽ അതൊരു വലിയ അച്ചീവ്മെൻറ്റ്സ് ആണ്. ഓരോ വർഷം കഴിയും തോറും ഇവരുടെ ആ വാല്യൂ കൂടിയാണ് പോകുന്നത്. പല പ്രാവശ്യവും നമ്മളൊരു ഡോക്ടറിൻ്റെ വീട്ടിലെത്താൻ എന്തുമാത്രം ക്യൂ നിൽക്കേണ്ടി വരുന്നു. മിടുക്കന്മാർ എപ്പോഴും മിടുക്കർ തന്നെയാണ്, അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ മിടുക്കെന്ന് പറയുന്നത് പരിശീലനത്തിലൂടെ മെച്ചപ്പെടുത്താൻ പറ്റുന്നതാണോ? തീർച്ചയായിട്ടും ഉള്ളത്. പരിശീലനം എന്ന് പറയുന്നത് ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം നമ്മളിപ്പം ക്വസ്റ്റ്യൻസ് ഇപ്പം നമ്മളെപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റ് തിരുത്തണം എന്നുണ്ടെങ്കിൽ ഒരു 500 600 പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ ചിലപ്പം തെറ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ അതേ മോഡൽ എക്സാംസ് തന്നെ ഒരു 500 എണ്ണം നടത്തിയെന്നിരിക്കട്ടെ, അപ്പോൾ അവർ ഓക്കെ ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ലാസ്റ്റ് കൊണ്ടുവന്ന് അവർക്ക് കയറി വരാൻ പറ്റുന്നതാണ്. ഇപ്പം സഫയറിനെ, ഇപ്പോൾ കേരളത്തിൽ പരിശീലന കേന്ദ്രങ്ങൾ വേറെയുണ്ട്, പക്ഷേ സഫയറിനെ അതിൻ്റെ ഒരു യുണീക്ക് സ്പെഷ്യൽ അല്ലെ USP
നമ്മളെ ക്ലാസ് തന്നെയാണ് അതിൻ്റെ അകത്തുള്ള മെയിൻ ഫാക്ടർ. ഇത്രയും ക്വാളിറ്റി ക്ലാസ്സും ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സാമും നടത്തുന്ന വേറൊരു സ്ഥാപനം കേരളത്തുമില്ല, ഇന്ത്യയിലും ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും. കാര്യം നമ്മൾ അവരെ കൂടെ ട്രാവൽ ചെയ്യാൻ എല്ലാ കുട്ടികളെ കൂടെയും അതിൻ്റെ അകത്ത് വലിപ്പമൊന്നോ ചെറുപ്പമൊന്നോ നോക്കാറില്ല. എല്ലാ കുട്ടികളെയും ഒരേപോലെ തന്നെ കണ്ട് നമ്മൾ നീങ്ങുന്നവർ. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കും, തീർച്ചയായിട്ടും കൊടുക്കുന്നതാണ്. ഇപ്പം അങ്ങ് നേരത്തെ സംസാരിച്ചപ്പം പറഞ്ഞ പോലെ ഒരു വാക്ക് മെന്ററിങ് നടത്തുന്നുണ്ട്. ഉറപ്പായിട്ടും ഒരു ക്ലാസ് ടീച്ചർ ഉണ്ടായിരിക്കും. ആ ക്ലാസ് ടീച്ചർ അവരെ സൂപ്പർവൈസ് ചെയ്യാൻ വേറെ ഒരാളുണ്ടായിരിക്കും. ഈ ക്ലാസ് ടീച്ചറാണ് ഈ ക്ലാസ്സിൻ്റെ മൊത്തം കാര്യങ്ങൾ നോക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു സാറുണ്ടായിരിക്കും. സാറും ഇവരെ വാച്ച് ചെയ്യും. അപ്പോൾ ഒരു കുട്ടി വന്നില്ലെങ്കിലോ ഒരു കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ അത് സോൾവ് ചെയ്യാൻ അപ്പോഴും നമുക്ക് കഴിയുന്നുണ്ട്. കുട്ടികളെ ഈ പൊതുവെ ഇത്തരം പ്രവേശന പരീക്ഷയ്ക്ക് പഠിച്ച് വലിയ സ്ട്രെസ്സിൽ എത്തിച്ചേരാറുണ്ടെന്ന് പറയാറുണ്ട്. അതെങ്ങനെ മാനേജ് ചെയ്യുന്നു? അത് യാദർച്ഛ്യമായിട്ട് സംഭവിക്കുന്നതാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. ചില കുട്ടികൾക്ക് താല്പര്യം കാണത്തില്ല, പക്ഷേ വീട്ടുകാർ അടിച്ചേൽപ്പിക്കും. അവന് ചിലപ്പോൾ എഞ്ചിനീയറിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമായിരിക്കും താല്പര്യം. പക്ഷേ വീട്ടുകാർ വിചാരിക്കുക എനിക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലുണ്ട്, അപ്പോൾ എന്നെ ആൾ നടത്തിക്കൊണ്ട് പോകാൻ ഒരു ഡോക്ടറിൻ്റെ അത്യാവശ്യമാണ്. അവനാണെങ്കിൽ അതിലൊട്ടും താല്പര്യം കാണത്തില്ല. അപ്പം യാദൃച്ഛ്യമായിട്ട് അവനെ കൊണ്ടുവിടുമ്പോൾ അവൻ അതിനൊരു താല്പര്യം കാണത്തില്ല. അങ്ങനെ ഇടയ്ക്ക് മതിയാക്കി പോകുന്ന പിള്ളേരുണ്ടോ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ട്. അപൂർവമാണ്. പക്ഷേ എന്നാലും നമ്മൾ അവൻ്റെ പാരൻസ് കഷ്ടപ്പെട്ട് ഈ വളർത്തിയെടുത്ത ഹോസ്പിറ്റൽ നീ നോക്കില്ലെങ്കിൽ അത് നശിച്ചു പോകും. അങ്ങനെ നമ്മൾ പറഞ്ഞ് കുറച്ച് കഴിയുമ്പം അയാളിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാറുണ്ട്. ശരിക്കും ഒരു കൗൺസിലിങ്ങിലൂടെ ഉറപ്പായിട്ട് നമ്മളൊരു സെക്ഷൻ തന്നെ കൗൺസിലിംഗിൽ വെച്ചിട്ടുണ്ട്. ഒരു ഡോക്ടറുണ്ട്, സൈക്കോ നോക്കുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനെ പല ആൾക്കാർ അവിടെ വെച്ചിട്ടുണ്ട്. അവർ അറ്റ് എ ടൈമിൽ തന്നെ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും, കാര്യങ്ങൾ എന്താണെന്ന് തിരക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ തൃശ്ശൂരൊക്കെ പണ്ട് ഈ പരിശീലന കേന്ദ്രം എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് ഒക്കെ തുടങ്ങിയപ്പോൾ പൊതുവെ പറയാറുണ്ട് അതൊരു തടവറ പോലെയാണ്, കുട്ടികൾക്ക് അവിടെ ഒരു ജയിലിൽ അടച്ച പ്രതീതിയാണെന്ന്. ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. സഫയറിന്റെ ഒരു പ്രത്യേകത എന്താണ്? ആ അവസ്ഥ അത് ഒന്ന് നോക്കിയാൽ അന്നത്തെ കാലത്ത് അത് വളരെ സത്യമായിട്ടുള്ളതാണ്. കാരണം അങ്ങനെ പിടിച്ചിരുത്തി പഠിപ്പിച്ചാലേ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവും. ഇന്നും ചില കുട്ടികളെ നമ്മൾ അങ്ങനെ ഇരുത്തിയാലേ അവർ റിസൾട്ട് ഉണ്ടാക്കുകയുള്ളൂ. ഒരു 5% കുട്ടികളെ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. അവർ അറിഞ്ഞ് പഠിക്കും, തന്നെത്താനെ പഠിക്കും. അവരാര് പഠിപ്പിച്ചാലും അവരെവിടെ ചെന്ന് പഠിച്ചാലും അവർ കയറിപ്പോവും. പക്ഷേ കുറച്ചൊരു 60% കുട്ടികളെ നമ്മൾ ബാക്കിൽ നിന്നും ഇങ്ങനെ കമ്പൽ ചെയ്ത് മാത്രമേ അവർ പഠിക്കത്തുള്ളൂ. കാര്യം ഒന്നിരുന്ന് പഠിക്കാൻ പറയുമ്പോൾ അവർ അപ്പോഴെണീറ്റ് വെള്ളം കുടിക്കാൻ പോകണമെന്ന് പറയും. അപ്പോൾ ഒരു 10 പ്രാവശ്യം കറങ്ങി വരും. പിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇരുത്തുമ്പോൾ ഓക്കെ ആയിക്കോളൂ. ഇപ്പോൾ ഒരു ദിവസം എത്ര മണിക്കൂർ ഈ കുട്ടികൾ പഠിക്കണം? ഒരു മിനിമം 6 മണിക്കൂറെങ്കിലും. അത്രേ ഉള്ളൂ. മിനിമം ആണ്. പിന്നെ അവർക്ക് ഇഷ്ടം പോലെയാണ് 10 മണിക്കൂർ ഒക്കെ പോവാം. പക്ഷേ എൻ്റെ അഡ്വൈസ് ഒരു 50 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് റിലാക്സ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. അങ്ങനെ എത്ര മണിക്കൂർ വേണമെങ്കിലും അയാൾക്ക് പഠിക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് റിലാക്സിങ് അത്യാവശ്യമാണ്. ഒന്ന് അതിലേക്കൂടെ കറങ്ങി വരികയോ വെറുതെ വേറെ എന്തെങ്കിലും ചെയ്യുകയോ അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെ പോകാൻ പറ്റും. അല്ല കണ്ടിന്യൂസ് ആയിട്ട് 4 മണിക്കൂർ 5 മണിക്കൂർ ഇരിക്കുമ്പം വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കത് പിക്കപ്പ് ചെയ്യാനും പാടാണ്. ഇപ്പോൾ MBBSന്റെ താല്പര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഇഷ്ടം പോലെയാണ്. എഞ്ചിനീയറിംഗിനുള്ള ഒരു ഡിമാൻഡിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോഴും എഞ്ചിനീയറിംഗിന് ഡിമാൻഡുണ്ട്. നല്ല കോളേജിൽ പഠിക്കണമെന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ IIT, NIT, ഇപ്പം ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ്, ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെയുള്ള കുറേ കോളേജസിൽ ഇപ്പോഴും പിള്ളേർ ഓഫറാണ്. ഒരുപാട് പേര് പോകുന്നുണ്ട്. പക്ഷേ പിള്ളേർക്ക് അതിനുള്ള ഗവൺമെൻറ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പലരും എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ പഠിക്കാതെ പുറത്തോട്ട് ചാടിപ്പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന് പുറത്തുപോയി പഠിക്കുന്നവർ കൂടുന്നു എന്നുള്ളൊരു വാദം കുറേ കാലമായിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ ഇത് പോകുമ്പോൾ ഉള്ള സംഭവം എന്ന് വെച്ചാൽ അവരവിടെ പഠിച്ച് അവിടെ തന്നെ സ്റ്റേ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ അവർ തിരിച്ചിങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത് സൊസൈറ്റിയിൽ വലിയൊരു പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് 170 വീടുകളുണ്ട്. ഇതിൽ ഒരു 100 വീട്ടിലും പാരൻസ് മാത്രമേ ഉള്ളൂ. ഇവരെല്ലാം വലിയ വിദ്യാഭ്യാസത്തിനാണ് അവിടെ പോയത്. എന്നിട്ട് ഈ പാരൻറ്റിനെ വയസ്സാകുമ്പം നോക്കാൻ ഒരാളൂടെ തിരിച്ചു വരില്ല. ഇവരെല്ലാം വൈകുന്നേരം ജനൽ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്, പുറത്തൂടെ പോകുന്ന ആൾക്കാരെ കണ്ട് സമാധാനപ്പെടുകയാണ്. ചില പേരൻസിന് ഇവരുടെ കുട്ടികളെ, അത് അവരുടെ പേരക്കുട്ടികളെ നോക്കുന്ന പരിപാലനത്തിനായിട്ട് വിദേശത്തേക്ക് തീർച്ചയായിട്ടും വിളിച്ച് കൊണ്ടുപോകുന്നുമുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ വലിയ ഉന്നമനത്തിന് വേണ്ടി പാരൻസ് ഇവരെ പുറകീന് ഓടിയവരാണ്. പക്ഷേ ലാസ്റ്റ് സമയത്ത് ഏതോ ഒരാളാണ് അവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത്. അല്ലെങ്കിൽ മരണം സംഭവിച്ചാൽ തന്നെ അവരാലോചിക്കുകയാണ് കുട്ടികൾ ആര് പോകണം, ചേഷ്ടം പോകണമോ അനിയൻ പോകണമോ, ആരാണ് ചെന്ന് നോക്കേണ്ടത്. ആ ഒരു സ്റ്റേജ് വളരെ ഇതാണ്.
ഇപ്പോൾ കേരളത്തിലൊരു മിടുക്കനായ വിദ്യാർത്ഥിക്ക് പഠിച്ച് നല്ല ജോലി നേടാനുള്ള എല്ലാ അവസരവും ഉണ്ട്. തീർച്ചയായിട്ടുള്ള കേരളത്തിന് ഇത്രയും സൗകര്യമുള്ള ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം നമ്മളെപ്പോലെ തന്നെ എത്രയോ സ്ഥാപനങ്ങൾ ഇവിടെ നടന്നു പോകുന്നു. പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. കുട്ടി മിടുക്കനാണോ അവർക്കിവിടെ ജീവിക്കാൻ വളരെ വലിയ സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ സഫയറിൻ്റെ ഒരു വിഷൻ എന്താണ്? നമുക്ക് അടുത്തൊരു സ്കൂള് അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് കടന്നു വരണം എന്നുണ്ട്. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകൾ പോലെ കുട്ടികളെ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്കൂൾ ഡെവലപ്പ് ചെയ്യണം എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതാണ് അടുത്ത പ്രോജക്റ്റ് ഇതാണ്. ഈ കുട്ടികളിൽ കൊച്ചിലെ തന്നെ അവരുടെ വാസം എന്താണെന്ന് അറിഞ്ഞിട്ട് അതിൽ ചെറിയ ചെറിയ സ്കില്ലുകൾ, അത് എന്ത് ടൈപ്പ് ആകട്ടെ, അവർക്കിപ്പം മേസ്തരി പണിയാണെങ്കിൽ മേസ്തരി ആകട്ടെ, ആശാരിപ്പണിയാണെങ്കിൽ ആശാരിപ്പണിയാകട്ടെ, എൻജിനീയറിംഗ് ഹയർ ആയിട്ട് ചിന്തിക്കുന്ന കുട്ടിയാണെങ്കിൽ അങ്ങനെ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്കൂൾ മോൾഡ് ചെയ്യണം എന്നാണ് സഫയറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് ഈ നീറ്റ് JEE ഒക്കെ അത് പ്രാപ്യമാണോ? അത്ര എളുപ്പമാണോ? തീർച്ചയായിട്ടും അവർക്ക് മിടുക്കരായ കുട്ടികൾ ഒരുപാട് പേരുണ്ട്. ബട്ട് അവർ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. എപ്പോഴും അവർക്ക് A+ കിട്ടുക, അതൊരു ആഗ്രഹമാണ് അവർ. എന്നിട്ട് അവർ പുറത്തിറങ്ങുമ്പോൾ ചിന്തിക്കുകയാണ്, നീറ്റൊക്കെ ഉണ്ട്, JEE ഉണ്ട്, നമുക്കൊന്ന് ശ്രമിച്ചാന്ന്. പക്ഷേ അവർക്ക് ആ ബേസ് ഇല്ലാത്തത് കൊണ്ട് അവർ മറ്റു കുട്ടികളെ പോലെ എത്തത്തില്ല. അപ്പോൾ അവർക്കും എന്തെങ്കിലും ഗവൺമെൻറ് ഒരു റിസർവേഷൻ കൊടുക്കുകയാണ്. ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച കുട്ടിക്ക് ഒരു 5% നീറ്റിന് ഇവിടുത്തെ MBBS അഡ്മിഷൻ റിസർവേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് ഒരു 5% റിസർവേഷൻ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അവരും ഇവരെ പോലെ മറ്റുള്ളവരെ പോലെ ഉയർന്നു വരും. തമിഴ്നാട്ടിൽ അങ്ങനെ ഉണ്ട്, തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിൽ 7% റിസർവേഷൻ മെഡിക്കലിന് ഗവൺമെൻറ് സ്കൂൾ 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ പഠിച്ചവർക്ക് കൊടുക്കുന്നുണ്ട്. ഉണ്ട്. ആ രീതി ഇവിടെ പരീക്ഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും സ്കൂളുകളെ മെച്ചപ്പെടുത്തുന്നതിനും ഉറപ്പായിട്ട് ഗവൺമെൻറ് സ്കൂളിനെ മെച്ചപ്പെടുത്താൻ പറ്റും. മിടുക്കരായ കുട്ടികൾ ഗവൺമെൻറ് സ്കൂളിൽ വരികയും ചെയ്യും. ഇപ്പം നീറ്റും JEEയും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? ഇന്ന് ഈ 2 എക്സാമും ഏകദേശം മെഡിക്കലാണെങ്കിൽ നീറ്റിന് 26 ലക്ഷം കുട്ടികൾ എഴുതുന്നുണ്ട്. എത്ര എഴുതുന്നുണ്ട്? ഏകദേശം 1.5 ലക്ഷം സീറ്റുകൾ അവൈലബിൾ ആണ്. പിന്നെ BDS ഉണ്ട്, വെറ്റിനറി ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്. അങ്ങനെ വരുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു കുട്ടി മര്യാദയ്ക്കിരുന്ന പഠിച്ച കുട്ടിയാണെങ്കിൽ ഈ 2 ലക്ഷം റാങ്കിൻ്റെ അകത്ത് വന്നെത്താൻ പറ്റും. ഉറപ്പായിട്ടെത്തും. ഡെയിലി ഒരു സിസ്റ്റമാറ്റിക് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് എത്താൻ പറ്റുന്നത്. അതുപോലെ എഞ്ചിനീയറിങ്ങും 10 ലക്ഷം കുട്ടികൾ എഴുതുന്നുണ്ട്, JEE എഴുതുന്നു. പക്ഷേ കേരളത്തിൻ്റെ അകത്തെല്ലാം കൂടെ ചേർത്ത് ഒരു 1.25 ലക്ഷം കുട്ടികളെ എഴുതുന്നുള്ളൂ. കേരളത്തിൻ്റെ മാർക്കറ്റ് വളരെ ചെറുതാണ്. പക്ഷേ ഈ മാർക്കറ്റ് ചെറുതിൽ നിന്നും വേണം ഈ സ്ഥാപനങ്ങളൊക്കെ റൺ ചെയ്തു പോകാൻ. അതാണ് ഇത്രയും കോമ്പറ്റീഷനും ഫണ്ടിങ്ങും ഒക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം. പക്ഷേ എന്നാലും നമ്മളെ കുട്ടികൾ ഭയങ്കര മിടുക്കരാണ്. പക്ഷേ ഇരുന്ന് വർക്ക് ചെയ്യാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒന്നാമത് മൊബൈൽ ഒരു ഭയങ്കര അടിമയായിട്ട് പല കുട്ടികളും മാറിക്കൊണ്ടിരിക്കുക. മൊബൈലിന് ഗുണങ്ങളുണ്ടെങ്കിലും ദോഷങ്ങൾ കൂടുതലുമുണ്ട്. നമ്മളിപ്പം പല കുട്ടികളും നോക്കുമ്പം മൊബൈലും വർക്ക് ചെയ്തിട്ടും കിട്ടുന്നവരുണ്ടോ എന്ന് വെച്ചാൽ കിട്ടുന്നുണ്ട്. പക്ഷേ കുറച്ച് സമയത്തേക്ക് ഇതൊന്ന് മാറ്റി വെച്ചാൽ കുട്ടികൾക്ക് കുറച്ചുകൂടെ എനർജി ആയിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ ഇതുകൊണ്ട് വലിയ ഗുണങ്ങളുമുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി എവിടെ നിൽക്കുന്നു എന്നൊക്കെ അറിയാനും പറ്റും. അതേ സമയത്ത് അവരെ കൊണ്ട് ഒരുപാട് മോശമായ കാര്യങ്ങളും അതിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കോച്ചിങ് സെൻ്ററുകളിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റൂ? നമ്മൾ മൊബൈൽ കൊണ്ടുവരാം, പക്ഷേ അവിടെ ഒരു സ്ഥലം വെച്ചിട്ടുണ്ട്, ലിമിറ്റഡ് ആണ്. അതിൻ്റെ അകത്ത് വെച്ചിട്ട് ക്ലാസ്സിൽ കയറണം, പോകുമ്പം എടുത്തു കൊണ്ടുപോകാം. ഇപ്പോൾ ഒരു എൻട്രൻസ് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി ഇപ്പം അങ്ങയുടെ പരിശീലന കേന്ദ്രത്തിൽ പഠിക്കുന്നതായിക്കോട്ടെ, അവർ ഒരു പ്രിപ്പറേഷൻ എന്താ, ഏത് രീതിയിലായിരിക്കണം വേണ്ടത്? ഇപ്പം മിടുക്കനായ ഒരുത്തൻ ആ കുട്ടിയാണ്, അയാൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞാലും മതി, 11ഉം 12ലും മാത്രമേ ഇത് കോച്ചിങ്ങിന് പോയാലും കുഴപ്പമില്ല. പക്ഷേ ഒരു സാധാരണ കുട്ടി, ആവറേജ് കുട്ടിയാണെങ്കിൽ ഒരു 8ാം ക്ലാസ് തൊട്ട് ഇതിൻ്റെ ബേസിക് ഒന്ന് പറഞ്ഞു കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. 8, 9, 10ലൊക്കെ ഒരു ബേസിക് കാര്യങ്ങൾ അവരെ പഠിപ്പിച്ച് ഇങ്ങനെ ഒരു എൻട്രൻസ് ഉണ്ടെന്നും ഇന്ത്യയിൽ ഇതൊക്കെ സാഹചര്യങ്ങളുണ്ടെന്നും പല പല എൻട്രൻസ് വഴിയാണ് പലതും എടുക്കുന്നതെന്നും, നമ്മളെ പല കുട്ടികൾക്കും 12ാം ക്ലാസ് കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ ഏതൊക്കെ എൻട്രൻസ് ഉണ്ടെന്നോ എന്തൊക്കെ കോഴ്സിന് എൻട്രൻസ് വഴി എടുക്കുന്നുണ്ടെന്നോ എന്നുള്ള ഒരു ധാരണയില്ല. അപ്പോൾ അത് നമ്മൾ സാധാരണ കുട്ടികൾക്ക് 8ാം ക്ലാസ് തൊട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ട് 12ാം ക്ലാസ്സിലെത്തുമ്പോൾ ഇതിൻ്റെ കൂടെ പാസ്സായി പോകും. യഥാർത്ഥത്തിൽ 8ാം ക്ലാസ് തൊട്ട് ഇതിന്റെ പരിശീലനം അത്യാവശ്യമാണ്. അതിനുള്ള സംവിധാനം സഫയറിലുണ്ടോ? തീർച്ചയായിട്ടും ഉള്ളത്. നമ്മൾ അതിനു വേണ്ടി സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽ എല്ലാ സിലബസിനെയും കൂടെ കോർത്തിണക്കിയിട്ടുള്ള ഒരു കരിക്കുലമാണ് അതിനുവേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവിടെ എങ്ങനെയാണ് അതിന്റെ ക്ലാസ് എങ്ങനെയായിരിക്കും? എല്ലാ സൺഡേയുമാണ് ക്ലാസ്. 10 to 4 ആണ് അവരുടെ ക്ലാസ്. പിന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. സാറ്റർഡേ സൺഡേ 3 മണിക്കൂർ വെച്ചുള്ള ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്.
ആദ്യഘട്ടം തൊട്ടേ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ വിജയം നേടാൻ പറ്റും. ഉറപ്പായിട്ട് 12ാം ക്ലാസ്സിൽ എത്തുമ്പം ബോർഡ് എക്സാമിൻ്റെ കൂടെ തന്നെ അവർക്ക് എൻട്രൻസും കിട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെയുണ്ട്, ഒരുപാട് കുട്ടികൾക്ക് കിട്ടിപ്പോകുന്നുണ്ട് ആദ്യത്തെ ചാൻസിൽ. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം 1200 ബോർഡ് എക്സാം കിട്ടുകയും ചെയ്തു, അതുപോലെ 720 700 മാർക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെയും കുട്ടികൾ കിട്ടുന്നുണ്ട്. CBSEക്ക് ബോർഡ് എക്സാമിന് 96.1% കിട്ടുകയും ചെയ്തു, എൻട്രൻസിന് 691 മാർക്ക് 720 കിട്ടുകയും ചെയ്തു. ഇതൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടുന്ന കുട്ടികളാണ്. അപ്പോൾ രണ്ടും പാരലായിട്ട് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ സഫയറിൽ ഇപ്പൊ 8ാം ക്ലാസ് തൊട്ട് ഇപ്പൊ ഞായറാഴ്ചകളിലുള്ള ക്ലാസ്സും ഈ ഓൺലൈൻ ക്ലാസ്സുകളും എല്ലാം ഉണ്ട്. അങ്ങനെ അതിന്റെ ഒരു തുടർ പ്രക്രിയ എങ്ങനെയാണ് അവിടെ അവിടുത്തെ ഒരു സിസ്റ്റം? 8 കഴിഞ്ഞിട്ട് 9, അടുത്ത് 10 ഞായറാഴ്ച ക്ലാസ് ഉണ്ടായി. പിന്നെ 11, 12 അത് സ്കൂളുകളിൽ ചെന്ന് ജോയിൻ ചെയ്യുന്നവരുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഇന്റഗ്രേറ്റഡ് ബാച്ചസ് ഉണ്ട്. അങ്ങനെയുണ്ട്. നമ്മൾ അവിടെ പഠിക്കാൻ പറ്റുന്ന ഇന്റഗ്രേറ്റഡ് ബാച്ചസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫുള്ളായിട്ട് എൻട്രൻസ് തുടക്കം തൊട്ടേ കിട്ടിപ്പോകുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് ബാച്ച് എന്നൊന്ന് വിശദീകരിക്കാമോ? ഇന്റഗ്രേറ്റഡ് ബാച്ച് എന്ന് വെച്ചാൽ ഇതിന്റെ എൻട്രൻസും ബോർഡ് എക്സാമും കൂടെ ഒരുമിച്ച് നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അവർക്ക് ഏത് ടൈപ്പ് വേണോ, എൻജിനീയറിംഗിനെങ്കിൽ ഐസർ ആണെങ്കിൽ ഐസർ, ഏതിലൊത്തേക്കാണോ പ്രോണ്ട് ആ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചാണ് നമ്മൾ അവരെ ഗ്രൂപ്പ് തിരിച്ച് ക്ലാസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടി പറയുകയാണ് എനിക്ക് ഡിഗ്രിക്ക് റിസർച്ച് ചെയ്ത് പോകണം എന്ന്, ഡിഗ്രി കഴിഞ്ഞ്. അപ്പോൾ അവർ നമ്മുടെ എന്ത് ചെയ്യും, ഐസർ ഓക്കെയാണ്, അല്ലെങ്കിൽ നൈസറുണ്ട്, ഇങ്ങനത്തെ 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതിലോട്ടൊക്കെ അവർക്ക് വേണ്ടി എൻട്രൻസിന് വേണ്ടി ഫോക്കസ് ചെയ്യും. ഒരു കുട്ടി പറയുകയാണ് എനിക്ക് മിലിറ്ററിയിലോട്ടാണ് പോകുന്നത്, അപ്പോൾ അവരുടെ NDA കോച്ചിങ്ങിന് വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യും. ഇനി ജെഇക്കാണെങ്കിൽ ജെഇക്ക് ചെയ്യും, നീറ്റിനാണെങ്കിൽ നീറ്റിന്. അത് ഈ 8ാം ക്ലാസ് തൊട്ട് നമ്മളിൽ വരുന്ന കുട്ടികളെ നമുക്ക് എളുപ്പത്തിൽ 12-ലാവുമ്പോൾ അതിലോട്ട് മാറ്റി എളുപ്പമാണ് കൊണ്ടുവരാൻ പറ്റുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിജയം നേടാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും സഫയറിനകത്ത് കൊടുക്കുന്നുണ്ട്. അതെ. ഇപ്പം തന്നെ മറ്റൊരു പ്രവണത എന്ന് പറഞ്ഞാൽ ഇപ്പം റിപ്പീറ്റ് ചെയ്യുക, അല്ലെ റിപ്പീറ്റ് ചെയ്യുക, സൂപ്പർ റിപ്പീറ്റിംഗ്, അതിനെക്കുറിച്ചൊന്ന് പറയാം. അതായത് കോവിഡ് കഴിഞ്ഞതിന് ശേഷം പരീക്ഷയിൽ പല മാറ്റങ്ങൾ അവരുണ്ടാക്കി. ഈ 200 ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് 180 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. പക്ഷേ സമയം 200 ക്വസ്റ്റ്യൻ്റെ സമയവും കൊടുത്തു. അതേ സമയത്ത് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായി. അപ്പോൾ എല്ലാവർക്കും വാരിക്കോരി മാർക്ക് കിട്ടി. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രവണത ഉണ്ടായി, ഇത്തവണ എനിക്ക് 600 കിട്ടി, അടുത്ത പ്രാവശ്യം 700 വാങ്ങാം എന്നുള്ള ഒരു പ്രവണത ഉണ്ടായി. അപ്പോൾ അതനുസരിച്ച് കുട്ടികൾ വിചാരിക്കുന്നു, ഒരിക്കൽ എഴുതി ആദ്യം 500 കിട്ടി, രണ്ടാമത് എഴുതി 600 കിട്ടി, മൂന്നാമത് കിട്ടി 640 കിട്ടി. അപ്പോഴൊരു തോന്നലാണ് എനിക്ക് എയിംസ് കിട്ടണമെങ്കിൽ 670 മാർക്ക് വേണം. അപ്പോൾ എയിംസിലോട്ട് വേണ്ടി 4ാമത്തെ പ്രാവശ്യം എഴുതി. പക്ഷേ ഇപ്രാവശ്യം അവർ പണ്ടത്തെ രീതി കൊണ്ടുവരികയും ചെയ്തു. എക്സാം എല്ലാം ഭയങ്കര ടഫായി. ഈ പ്രതീക്ഷ വെച്ച കുട്ടികളെല്ലാം താഴോട്ട് ഇറങ്ങുകയും ചെയ്തു. പരീക്ഷാ രീതിയിൽ മാറ്റം വരുത്തി. ഇപ്രാവശ്യം പണ്ട് കോവിഡിന് മുമ്പ് എന്തുണ്ടായിരുന്നോ അതേ രീതിയിലോട്ട് തിരിച്ചു കൊണ്ടുവന്നു. ലിബറൽ ആറ്റിറ്റ്യൂഡ് വിട്ടെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ജെഇക്ക് അഡ്വാൻസിന് എങ്ങനെ ചോദിക്കുന്നു ആ രീതിയിലായിരുന്നു ഫിസിക്സിന് ചോദിച്ചത്. അപ്പോൾ ഈ സിമ്പിളായിട്ട് പഠിച്ചിട്ട് NCERT മൊത്തം കാണാതെ പഠിച്ചു പോയ ഒരുപാട് കുട്ടികളുണ്ട്. അവരവിടെ ചെന്നപ്പോൾ ആകെ പ്രശ്നത്തിലായി. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ മാർക്കിൻ്റെ പകുതി മാർക്ക് കൂടെ കിട്ടിയിട്ടില്ല. അപ്പോൾ സൂപ്പർ ബാച്ചൊക്കെ നല്ലതാണ്, ആലോചിച്ച് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു 8ാം ക്ലാസ് തൊട്ടേ പരിശീലനം നേടുന്നതാണ്. ഇപ്പോൾ ഒരു നോർമൽ ഇതിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടുന്നവരാണോ കൂടുതലും? ഏറ്റവും കൂടുതൽ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളാണ് ഏറ്റവും ഫസ്റ്റ് ചാൻസ് കിട്ടിപ്പോകുന്നത്. അത് കേരളത്തിൻ്റെ അകത്ത് പെർസെൻറ്റേജിൽ ഏറ്റവും കൂടുതൽ സഫയർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ. സഫയറിന് പഠിച്ച കുട്ടികൾക്ക് തന്നെ പലവട്ടം റാങ്കും കിട്ടി. 6ഓളം പ്രാവശ്യം കേരളത്തിൻ്റെ അകത്ത് മെഡിക്കലിന് 1ാം റാങ്ക് കിട്ടിയ സ്ഥാപനമാണ്. ഈ വിദ്യാർത്ഥിയുടെ കഴിവ് വികസിപ്പിക്കാനായിട്ടുള്ള സഫയറിൻ്റെ സ്കീം എന്താണ്? നമുക്ക് അവരെ ചെയ്യുന്നത് പല ഇൻ്റലിജൻറ്റ് ടെസ്റ്റുകൾ നമ്മളവിടെ ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടി, അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ. അങ്ങനത്തെ പല കാര്യങ്ങളും സഫയറിൽ കൊടുക്കുന്നുണ്ട്. വെളിയിൽ നിന്ന് എക്സ്റ്റേണൽ ആൾക്കാരെ കൊണ്ടുവച്ചിട്ട് നമ്മൾ അതുപോലത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു ദിവസം ഏറെക്കുറെ 12 മണിക്കൂറോളം പഠിപ്പിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ഉള്ളത് 10-12 മണിക്കൂറോളം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെ പഠിപ്പിക്കുന്നുണ്ട്. അതൊരു പാഷനാണല്ലേ? ആണ്, തീർച്ചയായിട്ടും ഉള്ളത്. നമുക്ക് അതിന് കിട്ടുന്ന എക്കണോമി ഒന്നുമല്ല, അതിൽ കിട്ടുന്ന മനസ്സിൻ്റെ ഒരു സുഖമുണ്ട്. ഇത്രയും പേരെ പരിശീലിപ്പിച്ചു. പിന്നെ നമുക്കറിയാവുന്നുള്ള സബ്ജക്റ്റ് മറ്റേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഞാനല്ലാതെ ഇതെല്ലാം കൂടെ എൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എൻ്റെ കഴിവ് അടുത്ത ഒരു ഇതിന് പറഞ്ഞു കൊടുക്കുക. അവർ കുറച്ചുകൂടെ മോൾഡ് ചെയ്ത് വരട്ടെ, നല്ല രീതിയിൽ അതിനെ ചിന്തിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥി അതിൽ ആ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഓൺലൈൻ ക്ലാസ് എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഓൺലൈനിൽ ഒരു ഏതെങ്കിലും മൊബൈലിൻ്റെ ഫ്രണ്ടിലോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ലാപ്പിൻ്റെ ഫ്രണ്ടിലിരുന്നാണ് ക്ലാസ് കാണുന്നത്. എനിക്ക് എപ്പോഴും വേണമെങ്കിലും അടച്ചു വെച്ചിട്ട് പോകാം.
ഈ സാർ എനിക്ക് കൊള്ളൂല എന്ന് വിചാരിച്ചാൽ അടയ്ക്കുക, സാറിൻ്റെ കൂടെ പറഞ്ഞിട്ട് അങ്ങ് പോവുക. പക്ഷേ ക്ലാസ്സിൽ അങ്ങനെയല്ല. ഞാൻ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ചിലപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ കുട്ടിക്ക് ശരിയാവണമെന്നില്ല. 2ഓ 3ഓ ക്ലാസ് കഴിയുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഇതാണ് കറക്റ്റ് ആറ്റിറ്റ്യൂഡ്, ഇതിങ്ങനെ തന്നെയാണ് പഠിച്ചു പോകേണ്ടതെന്ന്. അതിന് ഏറ്റവും നല്ലത് ഓഫ്ലൈൻ തന്നെയാണ്. അതായത് നേരിട്ട് പഠിക്കുക, നേരിട്ട് പഠിക്കണം. അപ്പോൾ കുട്ടിക്ക് പ്രോബ്ലം ചെയ്യണം, ഞാൻ അടുത്ത് ചെന്ന് നോക്കാൻ പറ്റും അത് ചെയ്യുന്ന സ്റ്റെപ്പ് ശരിയാണോ, അയാൾക്ക് എന്താണ് ഞാൻ ഇനി പറഞ്ഞു കൊടുക്കണം. മറ്റത് ഓൺലൈനിൽ ആരോ ഒരാൾ വന്ന് പഠിപ്പിക്കുന്നു, ആ കുട്ടിക്ക് എനിക്ക് മറ്റൊരു ബന്ധവുമില്ല, അവിടെ ആരും മതി XRY, അയാൾക്ക് മറ്റൊരു ബന്ധമില്ലാതെയാണ് കുട്ടികൾ നമ്മളെ കണക്കാക്കുന്നത്. നല്ലൊരു എക്സാം സ്ട്രാറ്റജി എന്താണ് ശരിക്കും? ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ആ ഒരു നല്ല പരീക്ഷ അഭിമുഖീകരിക്കുമ്പോൾ അവനൊരു സ്ട്രാറ്റജി, തീർച്ചയായിട്ടും അതോടൊപ്പം ഒരു സെൽഫ് ഇവാലുവേഷനും. അതിന് ഏറ്റവും നല്ലത് അവന് സബ്ജക്റ്റ് വൈസ് ആയിട്ട് അവനെ പഠിപ്പിച്ചെടുക്കണം. രണ്ടാമത് എക്സാം, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്സാം കൊടുക്കണം. അത് തന്നെയാണ് ഏറ്റവും നല്ലത്. സിസ്റ്റമാറ്റിക് ആയിരിക്കും. ഇന്ന ദിവസം എക്സാം എങ്കിൽ ആ എക്സാം നേരത്തെ തന്നെ അവർക്ക് നമ്മളൊരു ഷെഡ്യൂൾ കൊടുത്ത് ആ എക്സാം അത് കണക്കാക്കി കൊണ്ടുപോയാൽ ഉറപ്പായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്താണ് പ്രധാനം, കോച്ചിങ്ങോ ടീച്ചിങ്ങോ? രണ്ടും ഒരേ വേവ് ലെന്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. വ്യത്യാസമില്ല. ഇല്ല, കാര്യം ടീച്ചിങ് ഉണ്ടെങ്കിലേ കോച്ചിങ്ങിന് പ്രാധാന്യം വരത്തുള്ളൂ. അപ്പോൾ കോച്ച് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ നിൽക്കണം. ഇപ്പം ഞാൻ രണ്ടുമായിട്ടും ഷൈൻ ചെയ്യാൻ പറ്റണമെന്ന് എനിക്കറിയത്തില്ല, അത് കുട്ടികൾ തീരുമാനിക്കുന്നതാണ്. പക്ഷേ എനിക്ക് രണ്ടും ഒരുമിച്ച് പാരലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഉറപ്പായിട്ട്. സ്റ്റേ ഫോക്കസ്ഡ്, സ്റ്റേ മോട്ടിവേറ്റഡ്. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഫോക്കസ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത് തന്നെ ആകണം എന്ന് പറഞ്ഞ് ഹൈലി ഫോക്കസ് ചെയ്താൽ ഉറപ്പായിട്ട് ആ കുട്ടിക്ക് എത്താൻ പറ്റുന്നതാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു അറ്റംപ്റ്റ് കിട്ടിയില്ലെങ്കിൽ അടുത്ത അറ്റംപ്റ്റിലെങ്കിലും അയാൾ കയറിപ്പോകുന്നതാണ്. അയാൾ ഇതൊക്കെ മനസ്സിലാക്കിയ മോട്ടിവേഷൻ ഞാൻ ഒരാഴ്ച കൊടുത്താൽ അടുത്ത ആഴ്ച അയാൾ തളർന്നു പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരിക്കലും ഫോക്കസിൽ വരത്തില്ല. അയാൾക്ക് ജന്മനാ ഒരു സ്പിരിറ്റ് ബോഡിയിൽ കത്തി നിൽക്കണം, എൻ്റെ ജീവിതത്തിൽ ഇന്നതൊക്കെ എത്തണം എന്ന്. ഞാൻ എത്ര മോട്ടിവേറ്റ് ചെയ്താലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അയാൾ അതങ്ങ് പഴയതുപോലെ ആവും. പക്ഷെ ഫോക്കസ് ചെയ്ത ഒരു കുട്ടിയാണെങ്കിൽ അവൻ അതിന് ഒരിക്കലും മാറത്തില്ല. അവന് ചെറിയ പ്രശ്നങ്ങൾ കാണും, അത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. എന്നും ഒരാളെ മോട്ടിവേറ്റ് ചെയ്തൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അയാളും കൂടെ ഉള്ളീന്ന് ഇറങ്ങി വരണം. ഇതെൻ്റെ ജീവിതമാണ്, ഞാൻ ഇവിടെയൊക്കെ എത്തണം, ഞാൻ ഈ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു ആംബിഷൻ ഉണ്ട്, അപ്പം പഠിക്കണം എന്നൊക്കെ ഒരു സ്പിരിറ്റ് അയാളിൽ ഉണ്ടാവണം. ഈ പേരൻ്റൽ സപ്പോർട്ട് ഇതിൽ എത്രമാത്രം പ്രധാനമാണ്? പാരൻ്റ് എന്ന് വെച്ചാൽ ഇന്ന് പണ്ടത്തെ പോലെ ഒരുപാട് കുട്ടികളുള്ള വീടുകളല്ല, ഒരു കുട്ടിയെ കാണത്തുള്ളൂ. അപ്പോൾ ഞാനൊരു പാരൻ്റ് ആണെങ്കിലും പറയും, മക്കൾക്ക് എത്ര പഠിക്കാൻ പറ്റുന്നു നീ അത്രയും പഠിച്ചാൽ മതി എന്നുള്ള ഒരു സ്റ്റാൻഡ് പല പാരൻസും ഉണ്ട്. പക്ഷെ ചില വീട്ടിൽ അങ്ങനെയല്ല, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നീ ഇങ്ങനെ തന്നെ പോകണം, നിൻ്റെ എയിം ഇതാണ് എന്ന് പറഞ്ഞ് അവനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുന്ന പാരൻസും ഉണ്ട്. പല പാരൻസും പണ്ട് അവർ വളർന്നു വന്ന രീതിയെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഇന്ന് എനിക്ക് ഒരാളേ ഉള്ളൂ, അവൻ ഇനി ചിലപ്പോൾ നാട് വിട്ടു പോയാലോ വേറെ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളൊരു പേടി ഉണ്ട്. കാര്യം ഈ കുട്ടികൾ പലരും അങ്ങനെ പേടിപ്പെടുത്തി നിർത്താറുണ്ട്. പക്ഷെ അതും മിടുക്കർ കുട്ടികളുമാണ്. ഇവരെന്ത് ചെയ്യും, ഉഴപ്പാൻ വേണ്ടി ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറിക്കിട്ടണം, അതിനുവേണ്ടിയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അവർ ഇന്നത്തെ തലമുറ വളരെ മിടുക്കരാണ്. അവർ പണ്ട് 5 മണിക്കൂർ പഠിച്ചുകൊണ്ടിരുന്നത് അവർ 1 മണിക്കൂർ ഇരുന്ന് പഠിച്ചാൽ മതി, അവർക്ക് എവിടെ വേണമെങ്കിലും എത്താൻ പറ്റും. പക്ഷെ അവരതിന് സമയം കളയുന്നില്ല. ഇപ്പോൾ പേരൻസിൻ്റെ കാര്യം പറയുമ്പോൾ തങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിൽ മക്കളെ എത്തിക്കാനുള്ള ഒരു സമ്മർദ്ദവും അതിൻ്റെ ചിലരുടെ പേരിൽ ആരോപിക്കാറുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. അതായത് വലിയ രീതിയിൽ ഇവരായിട്ട് ഇടിച്ചു പിഴിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഒരുപാട് പേരുണ്ട്. കാര്യം അവന് ചിലപ്പോൾ ലിറ്ററേച്ചറിലായിരിക്കും താല്പര്യം, അപ്പോൾ അവൻ്റെ കൂടെ MBBS എടുക്കാൻ പറയും, അവന് ചിലപ്പം കാണണമെന്നില്ല. പിന്നെ ഇപ്പം പലരും ഈ IAS IPS പോകാൻ താല്പര്യപ്പെടുന്നവരും MBBS എടുത്ത് അതിലോട്ട് പോകാൻ വരുന്നുണ്ട്. കാര്യം MBBS എഴുതി കഴിയുമ്പോൾ അവർക്ക് കുറച്ചൊരു ഊർജ്ജം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് അതും എഴുതിയെടുക്കാം എന്നുള്ള ഒരു തോന്നൽ വരുന്നുണ്ട്. ഇപ്പം തന്നെ സിവിൽ സർവീസിലുള്ള പലരും ഡോക്ടറാണ്, അവരെല്ലാം മിടുക്കരാണ്. കാര്യം അവർക്ക് അപ്പോൾ ഇത് എഴുതിയെടുക്കുമ്പോൾ അവർക്ക് ഉള്ളിലൊരു എനർജിയാണ്, എനിക്ക് ഇനി ഏത് എക്സാമും എഴുതാൻ പറ്റുമെന്ന്. കാരണം ഈ 17 വയസ്സിൽ 26 ലക്ഷം കുട്ടികൾ എഴുതുന്ന ഒരു എക്സാമിൽ ഞാൻ 1000-ൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഇന്ത്യയിൽ നടക്കുന്ന ഏത് എക്സാമിനും എഴുതിയെടുക്കാന്നുള്ള ഒരു എനർജി ബോഡിയിലുണ്ടാവും. അതാണ് ഈ ഒരു അത് പരിശീലനത്തിൻ്റെ കൂടെ ഒരു വിജയമാണ്. തീർച്ചയായിട്ടും പരിശീലനം തന്നെ. അവിടെ ഹോസ്റ്റൽ സംവിധാനമുണ്ട്. നമുക്ക് ഒരു 1200ഓളം കുട്ടികൾക്ക് തങ്ങാനുള്ള ഹോസ്റ്റൽ സൗകര്യമുണ്ട്. എല്ലാ സെന്റേഴ്സിലും ഉണ്ടോ? ഇല്ല, മെയിൻ ട്രിവാൻഡ്രം സെന്റർ, പിന്നെ തൃശ്ശൂരാണ്. ആണല്ലേ. ഈ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു തുടക്കം ഇപ്പൊ തിരുവനന്തപുരത്ത് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞൊരു സ്ഥാപനം തീർച്ചയായിട്ടും, പിന്നീട് തൃശ്ശൂര് തോമസ് മാഷ്. അതെ, ഇതൊക്കെ താങ്കളെ പ്രചോദിപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് ഏറ്റവും പ്രചോദനം ഉണ്ടായിട്ടുള്ള തോമസ് സാറാണ്.
സാറിൻ്റെ ആ സിസ്റ്റമാറ്റിക് രീതിയൊക്കെ എനിക്കും വളരെ ഇഷ്ടമാണ്. പക്ഷേ കാലം മാറിയപ്പോൾ നമ്മളും അതിൻ്റെ കൂടെ മാറേണ്ടി വന്നേ ഉള്ളൂ. പക്ഷെ സാർ ആ ഭയങ്കര ഡെഡിക്കേഷനായിട്ടായിരുന്നു ഈ ഫീൽഡിൽ വർക്ക് ചെയ്തത്. അത് കണ്ട് തന്നെയാണ് നമുക്കും ഒരു പ്രചോദനമുണ്ട്, നമുക്കും പറ്റും എന്നുള്ള ഒരു തോന്നൽ തന്നെയാണ്. സഫേർ ഏറ്റവും പുതിയ കാലത്തിനനുസരിച്ച് എപ്പോഴും അപ്ഡേറ്റഡ് ആണ്. തീർച്ചയായിട്ടും അല്ലേ? NTA-യുടെ ഈ ഗ്രേഡ് എക്സാമിനേഷൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച്, നടത്തിപ്പിനെ കുറിച്ച് എന്താ പറയുന്നത്? അവർ ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ ഫീൽഡുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഇതിലൊക്കെ വരുന്ന ആൾക്കാർ. അപ്പോൾ അതിലുണ്ടാകുന്ന പോരായ്മകളുണ്ട്. പക്ഷേ ഇപ്രാവശ്യം വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നു. നീറ്റ് വളരെ ഇതായിട്ടാണ് നടത്തിയത്. കഴിഞ്ഞ എല്ലാം മാറ്റി ക്വസ്റ്റ്യൻ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ ഒന്നാൾ ലീക്ക് ചെയ്ത് പുറത്ത് കൊണ്ടുപോയാലും ഈ സമയത്ത് അവർക്ക് എഴുതിയ ആൻസർ കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ലീക്കായാലും ഒരു പ്രശ്നം ഉണ്ടാകരുതെന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ അവരിട്ടത്. സഫയർ എന്ന് പറഞ്ഞാൽ ഒരു എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഒരു ഡ്രീം സ്ഥാപനമാണ്. അതെ. സഫയറിൻ്റെ ഡ്രീം എന്താണ്? സഫയറിൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ റാങ്കുകൾ ഉണ്ടാക്കി കൊടുക്കണം. അതോടൊപ്പം സാധാരണ കുട്ടികളിലും എൻട്രൻസ് കൊണ്ടെത്തിക്കണം. ഇങ്ങനെ ഒരു എൻട്രൻസ് ഉണ്ടെന്നും അവർക്ക് ഏറ്റവും മിനിമമായ ഫീസിൽ അവർക്ക് ക്ലാസ് കൊടുക്കണമെന്നും, അതും ഓഫ്ലൈൻ ക്ലാസ് തന്നെ മിനിമം ഫീസിൽ കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ തന്നെ സഫയർ സ്കോളർഷിപ്പ് നൽകുന്നുണ്ടെന്ന് സൂചിപ്പിച്ചായിരുന്നു. അത് ഏത് രീതിയിലാണ്? പല രീതിയിലാണ്. അവർ ഇപ്പം റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടിക്കാണെങ്കിൽ ആദ്യത്തെ ചാൻസിൽ വാങ്ങിയ മാർക്കിനനുസരിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബോർഡ് എക്സാമിന് എത്ര മാർക്കുണ്ടോ അതിൻ്റെ അനുസരിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഫുൾ മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഫുൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ കുട്ടികൾക്ക് എന്തൊക്കെ രീതിയിലാണോ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടോ ആ രീതിയിൽ നമ്മൾ അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതൊരു വിദ്യാർത്ഥിക്കും ചേരാമോ അതോ ഇത്ര മാർക്കുള്ളവരെ മാത്രം എടുക്കത്തുള്ളൂ? അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സാധാരണ കുട്ടികളിൽ നിന്നുമാണ് ഈ റിസൾട്ട് അത്രയും ഉണ്ടാക്കുന്നത്. അല്ലാതെ സെലക്ട് ചെയ്ത മാർക്ക് വെച്ച് ഒരിക്കലും ഉണ്ടാക്കാറില്ല. വെറും സാധാരണ കുട്ടികളാണ്. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളെ തൊട്ട് അടുത്തുള്ള ഒരു പാളയത്ത് ചന്തയിൽ പഴം വിറ്റുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ വേണു എന്ന് പറഞ്ഞ പയ്യനാണ്. അവൻ ആദ്യത്തെ ഗവൺമെൻറ് സ്കൂൾ കഴിഞ്ഞിട്ട് ഇവിടെ പഠിക്കാൻ വന്നു. അന്ന് അവന് എന്താണെന്നും കൂടെ അറിഞ്ഞുകൂടാ. പക്ഷെ അവൻ മൂന്നാമത്തെ പ്രാവശ്യം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കയറി. അന്ന് ഇവൻ മാർക്ക് കുറവാണെന്ന് പറഞ്ഞ് ഞാൻ കളഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഡോക്ടറിനെ കിട്ടത്തില്ല. അവനിപ്പം ജനകീയ ഡോക്ടറാണ്. ജനകീയ ഡോക്ടർ എന്ന് വെച്ചാൽ അവനറിയാം ബുദ്ധിമുട്ട് എന്താണെന്ന്. അതുകൊണ്ട് അവന് തീർച്ചയായിട്ടും മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നു. അങ്ങനെ ഒത്തിരി കുട്ടികളെ എനിക്ക് അങ്ങനെ കൊണ്ടെത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. സാധാരണ മാർക്ക് വാങ്ങിയ കുട്ടികളെയാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കൊണ്ടെത്തിക്കാൻ പറ്റി. അതിൽ ഏറ്റവും സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ അപ്പുറം ഒരു സന്തോഷം ജീവിതത്തിൽ കിട്ടിയിട്ടേ ഇല്ല. അതുതന്നെയാണ് മെയിൻ പാർട്ട് എന്ന് പറയും. താങ്കൾ ഇപ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചു, ദീർഘകാലത്തെ അനുഭവ സമ്പത്തുണ്ട്. അതെ. ഇപ്പോൾ താങ്കൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, കേരളത്തിലെ വിദ്യാർത്ഥികൾ മിടുക്കരാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇന്നിപ്പം ലഹരിയുടെ ഉപയോഗം കൂടുന്നു, കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നു, വഴിതെറ്റിപ്പോകുന്നു എന്നൊക്കെയുള്ള പൊതു സമൂഹത്തിൽ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ പോലും മയക്കുമരുന്ന് ഉപയോഗം വരുന്നു. ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്താണ് അതിനൊക്കെ എതിരായിട്ടുള്ള ഒരു പോംവഴി? എൻ്റെ നിഗമനത്തിൽ പണ്ടൊക്കെ സ്കൂളിലെ ടീച്ചേഴ്സ് കുറേ കൂടെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഇപ്പോൾ അവർ സ്ട്രിക്റ്റ് ആകുമ്പോൾ പാരൻസ് ചെന്ന് വഴക്ക് പറയും. അപ്പോൾ അവർ വിചാരിച്ചു ഇത് നമുക്കിനി എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെ ഒന്നുകൂടെ സ്ട്രോങ് ആക്കുക. നമ്മുടെ ടീച്ചേഴ്സ് ഏറ്റവും ഹൈലി ക്വാളിഫൈഡ് ടീച്ചേഴ്സാണ് ഗവൺമെൻറ് സെക്ടറിലിരിക്കുന്നത്. ഇവരെ പോലെ മിടുക്കർ വേറെ ആരുമില്ല. അവർ ടെസ്റ്റ് എഴുതി നല്ലതുപോലെ എഴുതിയാണ് അതിൻ്റെ അകത്ത് കയറുന്നത്. കയറിക്കഴിഞ്ഞാൽ അവർക്ക് ജോലിയിൽ ചില പ്രശ്നങ്ങളുണ്ടാവാം. അത് ഗവൺമെൻറ് ഒന്നുകൂടെ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ഇതിനെയൊക്കെ തച്ചുടച്ച് മാറ്റാൻ പറ്റും. അതായത് കുട്ടിയെ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം പേരൻറ്റ് സ്കൂളിൽ ചെന്ന് നിൽക്കും, കേസാവും. അങ്ങനെ ഒരു ആശങ്ക അധ്യാപകരുടെ ഇടയിലുണ്ട്. അത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ടീച്ചേഴ്സിനെ പോലെ ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് വേറൊരു സംസ്ഥാനത്തുമില്ല. അവരെ ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുക. കുട്ടികളെ മോൾഡ് ചെയ്ത് ഇങ്ങനെ ആക്കി തരണമെന്ന് അവർ തീർച്ചയായിട്ടും ആക്കിത്തരും. ഇപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന കോഴ്സുകളുണ്ട്, പഠിക്കാൻ വേണ്ടി ഉണ്ട്, അല്ലെ ഇന്ന എൻട്രൻസ് ടെസ്റ്റുകളുണ്ട്. ഇതൊന്നും ഈ വിദ്യാഭ്യാസ തലത്തിൽ അല്ലെ ഈ ഒരു ഹൈസ്കൂൾ തലത്തിൽ തൊട്ടെങ്കിൽ ഇതൊരു കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് ബോധവൽക്കരിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു ക്ലാസ് ഒരാഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു സ്കൂളിൽ ആരെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കണം. 8ാം ക്ലാസ് തൊട്ട് കുട്ടികളുടെ പറയണം ഇങ്ങനെയൊക്കെ എക്സാം ഉണ്ട്. അപ്പോഴാണ് അവർ ചിന്തിക്കുകയുള്ളൂ. ഇപ്പം നമ്മുടെ സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുപോകണ ഊട്ടിയിലും കൊടൈക്കനാലിലും ഒരു IIT കൊണ്ട് കാണിക്കുക, ഒരു ഐസറിൽ കൊണ്ട് കാണിക്കുക, ഒരു എയിംസിൽ കൊണ്ട് കാണിക്കുക. അപ്പോൾ കുട്ടിക്ക് തോന്നും എനിക്കും ഒരു ദിവസം ഇവിടെ പഠിക്കണമെന്ന്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അവൻ അന്ന് തൊട്ട് പ്രിപ്പയർ ചെയ്യും.
അല്ലാതെ നമ്മൾ കൊണ്ടുപോകണ പലപ്പോഴും ടൂർ കുറ്റം പറയുന്നതല്ല, കൊണ്ടുപോകണ കൊടൈക്കനാൽ, ബാംഗ്ലൂർ, അത് എന്ന് വേണമെങ്കിലും കാണാൻ പറ്റും. പക്ഷേ ഒരു പ്രായത്തിൽ ഐസറോ എയിംസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പ്രചോദനം ഉണ്ടാകും. അത് നല്ലൊരു സജഷനാണ്. ശരിക്കും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ടൂറും അല്ലെങ്കിൽ ആ ക്ലാസ് പഠിപ്പിക്കലും അങ്ങനെയുള്ളതൊക്കെയാണ് വേണ്ടത്. തീർച്ചയായിട്ടും വേണം. ഈ മറ്റുള്ള സ്ഥലങ്ങളിൽ എനിക്ക് ജോലി കിട്ടിയിട്ടും പോകാൻ പറ്റും. ഞാൻ ജോലി കിട്ടുന്നതിന് മുമ്പ് എനിക്ക് എന്താകണമെന്ന് കാണണമെങ്കിൽ ഇതുപോലത്തെ സ്ഥാപനം ഞാൻ ചെന്ന് കാണണം. കാണുമ്പം ഈ കുട്ടികൾ പോണ അടുക്കും ചിട്ടയും അവിടുത്തെ പഠിപ്പിക്കുന്ന രീതി, ഈ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റുകൾ, ഇതൊക്കെ കാണുമ്പം ഒരു 10% കുട്ടിയുടെ ഉള്ളിലെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാവും. എനിക്കും ഈ വഴി കൂടെ തിരഞ്ഞെടുക്കാൻ പറ്റുമെന്ന് അവിടെ കൊണ്ട് കാണിക്കണം. കുട്ടികളെ ടൂർ കൊണ്ടുപോകുമ്പം അവിടെ തന്നെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കേരളത്തിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളൊക്കെ ഒരുപാട് സജീവമായിട്ട്. അതെ അതെ. ചില സ്റ്റാർട്ടപ്പുകളുടെ വിജയ ശതമാനം ചിലപ്പോൾ കുറവായിരിക്കും. അവസരങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും കൂടി വരികയല്ലേ? നമ്മുടെ രാജ്യത്തിനെ പോലെ അവസരം കിട്ടുന്ന ഒരു രാജ്യം ഇല്ല. ശരി, നമ്മളെ 140 കോടി ജനങ്ങളിൽ ഒരു 60% എനർജറ്റിക്കായ 40 വയസ്സിൻ്റെ താഴെയുള്ളവരാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും തുടങ്ങാം. ഒരു തട്ടുകട തുടങ്ങിയാൽ നമുക്ക് മനസ്സ് ഉണ്ടെങ്കിൽ വിജയിപ്പിക്കാൻ പറ്റുന്നതാണ്. അതിന് മനസ്സിൻ്റെ ധൈര്യം വേണം. പിന്നെ ഒരു സപ്പോർട്ടും അത്യാവശ്യമാണ്. കാര്യം ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് ആരോ ഉണ്ടെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. അത് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടാവാം, അതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സിൻ്റെ സപ്പോർട്ടാകാം. തീർച്ചയായിട്ടും കൊച്ചുകുട്ടികൾക്ക് ആ സപ്പോർട്ട് അത്യാവശ്യമാണ്. കേരളം ഒരു 10 വർഷത്തിൻ്റെ അകത്തൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ത്യയിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു അതിനനുസരിച്ച് കേരളവുമാണ്. നമ്മളെ കുട്ടികൾ പുറത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഈ 30 വർഷം കൊണ്ട് ഈ ഫീൽഡ് നിൽക്കുന്ന എൻ്റെ ഒരു അനുമാനം. ഇപ്പോൾ കേരളത്തിലെ ഈ പഠന രീതി, ഇപ്പോൾ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ തലത്തിൽ പഠന രീതിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതെന്താണ്? അത് മെയിനായിട്ട് ഞാൻ പറഞ്ഞ ടീച്ചേഴ്സ് ഒന്ന് പിടിമുറുക്കണം. അതാണ്, ടീച്ചേഴ്സ് നന്നായിട്ട് പിടിമുറുക്കി നല്ല കുട്ടികളെ കണ്ടെത്തണം. അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നോ അതൊക്കെ ചെയ്തു കൊടുക്കണം. അതിനപ്പം ചിലപ്പോൾ നമ്മൾ എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യേണ്ടി വരും. ഒരു 5 മണി തൊട്ട് 6 മണി വരെ നല്ല കുട്ടികളെ കണ്ടെത്തിയിട്ട് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് കാണുമ്പോൾ തൊട്ട് 2ാമത്തെ സ്റ്റേജിലുള്ള കുട്ടിയും അതുപോലെ ആകാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഒരു മാറ്റം ഉറപ്പായിട്ടുണ്ടാകും. അതിൻ്റെ മെയിൻ ബോണെന്ന് പറയുന്നത് ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും ഗവൺമെൻറ് സമ്മതിച്ചാൽ ഉറപ്പായിട്ട് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പോൾ താങ്കളുടെ വ്യക്തി ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം സ്വദേശിയാണോ? അല്ല, ഞാൻ കന്യാകുമാരി ജില്ല സ്വദേശിയാണ്. അവിടെ നിന്ന് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തതാണ്. പൈങ്കുളം എന്ന് പറഞ്ഞാൽ പണ്ട് സിനിമ നസീറിൻ്റെ സിനിമ ആൾക്കാർ പറയാറുണ്ട് 50 വർഷം കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്ന പോലത്തെ ഒരു സ്ഥലത്തിൽ നിന്നാണ് ഞാൻ വന്നത്. ഒരു സാധാരണ സ്കൂളിൽ പഠിച്ചിട്ടാണ് ഞാൻ വന്നത്. അവിടെ തന്നെയാണ് പഠിച്ചത്. പിന്നെ തിരുവനന്തപുരത്തേക്ക് വരാൻ കാരണം? തിരുവനന്തപുരത്ത് ഞാൻ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തു. പിന്നെ അവിടെ വെച്ച് PSCക്ക് എനിക്ക് കോച്ചിങ്ങിന് പോകാൻ പറ്റിയിരുന്നു. അങ്ങനെ പോയാണ് എനിക്ക് ഗവൺമെൻറ് സർവീസ് കിട്ടുന്നത്. പിന്നെ അവിടെ നിന്ന് തോന്നി ഒരു കൂട്ടം ആൾക്കാരെ കിട്ടിയപ്പം നമുക്കും ഒരു എൻട്രൻസ് കോച്ചിങ് തുടങ്ങാം എന്നുള്ള വളരെ ചെറുതായിട്ട് തുടങ്ങിയത്. 10-15 കുട്ടികളെ ആദ്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നും തന്നെയാണ് ഇത്രയിലോട്ട് എത്താൻ 10,000-ലേക്ക് നീങ്ങി. തീർച്ചയായിട്ടും എന്നെപ്പോലെ ഒരു ഗ്രാമപ്രദേശത്തിലുള്ള ഒരാൾക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ലോകത്തുള്ള ആർക്കും എവിടെയും എത്താൻ പറ്റുമെന്നാണ് എൻ്റെ വിചാരം. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉള്ളത്. പിന്നെ നമുക്ക് ബാക്കിൽ നമ്മളൊരു ദൈവവിശ്വാസിയാണ്. ബാക്കിൽ ഒരാളുണ്ടെന്നൊരു തോന്നലുണ്ട്. അത് XRY അതിനെക്കുറിച്ചൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ആരോ ഉണ്ടെന്നൊരു ഫീലിംഗ് ആണ്. അതുവഴി മുന്നോട്ട് പോവുകയാണ്. താങ്കളുടെ സംസാരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആത്മവിശ്വാസമാണ്. യഥാർത്ഥത്തിൽ അതാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ലാക്കിംഗ് എന്ന് തോന്നുന്നു അല്ലേ? ഉറപ്പായിട്ട്. നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാത്ത എന്താ ഉള്ളത്? നമ്മൾ വലിയ അംബീഷൻസ് ഒരു അംബാനിയെ പോലെയൊന്നും അല്ല പ്രതീക്ഷിക്കാൻ. നമുക്കും പറ്റുന്ന ചില ഫീൽഡുകൾ ഒരുപാടുണ്ട്. ആ ഫീൽഡിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഞാൻ എന്നും വർക്കാണ് വർഷിപ്പായിട്ട് കണക്കാക്കാറുള്ളത്. അതിൻ്റെ ഇടയിൽ ഒരു വെള്ളം ചേർത്തൽ നടത്തിയിട്ടേ ഇല്ല. അത് ഇന്നും തന്നെയാണ്, എന്നും അങ്ങനെ തന്നെ വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ താങ്കളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഫിലോസഫി എന്താണ് ജീവിതത്തിൻ്റെ? വർക്ക് ചെയ്യുക. ഞാൻ വർക്കാണ് എപ്പോഴും വർഷിപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതാണ് ഒരു ദിവസം 12 മണിക്കൂറൊക്കെ? തീർച്ചയായിട്ടും ഞാൻ തളരാറില്ല. ഇല്ല, ഞാൻ വീണ്ടും എത്ര മണിക്കൂർ എടുക്കാനും ഞാൻ റെഡിയാണ്. കാരണം നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവരെ എന്തെങ്കിലും ആക്കിയില്ലെങ്കിൽ ഞാൻ നാളെ പുറത്തിറങ്ങുമ്പം അത് എനിക്കൊരു കുറ്റബോധമാണ്. കുടുംബം? എൻ്റെ മോൻ ഡോക്ടർ കഴിഞ്ഞു, ഇപ്പം സഫയറിൽ സഹായിക്കുന്നുണ്ട്. മോള് അമൃതയിൽ MBBS പഠിക്കുന്നുണ്ട്. വൈഫ് ഹൗസ് വൈഫാണ്. അവർ തന്നെയാണ് ഈ കുട്ടികളെയൊക്കെ നോക്കുന്നത്. ഞാൻ രാത്രി 10 മണി 11 മണിയൊക്കെ ആയി. വൈഫിൻ്റെ പേര്? ഷീജ. മക്കളുടെ പേര്? ഗൗതം, ഗംഗ. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഇനിയുള്ള ഡ്രീം പ്രോജക്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു. തീർച്ചയായിട്ടും. അത് കുറെ കൂടെ ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ 4ാം ക്ലാസ് തൊട്ട് തന്നെ കുട്ടികൾക്കുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ്. ഇപ്പം നമ്മൾ ഒരു പ്രാക്ടിക്കൽ സ്കൂളിൽ നടത്തുമ്പം
ഏതൊക്കെ ഇൻസ്ട്രുമെൻസുകളാണ് നടത്തുന്നത്. ആ ഇൻസ്ട്രുമെൻ്റ് ആ കുട്ടികൾക്ക് ജീവിതത്തിൽ ഒരു പ്രയോജനമില്ല. ഇപ്പോൾ എൻ്റെ ഒരു ഇത് പറയുന്നത് വെച്ചാൽ 12ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് വീട്ടിൽ കറണ്ട് പോയ ഫ്യൂസ് കെട്ടാനും കൂടെ അറിയത്തില്ല. എന്തുകൊണ്ട് ആ പ്രാക്ടിക്കലൊക്കെ അതിലോട്ട് മാറ്റിയെടുത്തുകൂടെ? ഒരു ഫാന് കംപ്ലൈൻ്റായി, എന്തുകൊണ്ട് അതിൻ്റെ ഒരു റിപ്പയർ പ്രാക്ടിക്കൽ വയ്ക്കാൻ വരുന്നില്ല? കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് നമ്മുടെ സബ്ജക്റ്റ് പഠിക്കുന്ന തിയറി വേറെ, ചെയ്യുന്ന പ്രാക്ടിക്കൽ വേറെ. ഇത് രണ്ടും കൂടെ യോജിച്ച് 4ാം ക്ലാസ് തൊട്ട് കുട്ടികളിൽ ചെറിയ ചെറിയ സ്കിൽ ഡെവലപ്പ് ചെയ്യുക, അതിൻ്റെ ഒരു കോഴ്സ് തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. ശരിക്കും ഈ സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് നമ്മുടെ സിലബസ് തന്നെ മാറേണ്ടിയിരിക്കും. തീർച്ചയായിട്ടും. ഇപ്പം പല കുട്ടികളും റോക്കറ്റ് വിക്ഷേപിക്കുന്നത്, ഇപ്പം നമ്മൾ വെളിരാജ്യത്തിലൊക്കെ 4ാം ക്ലാസ്സിലെ കുട്ടികൾ തന്നെ റോക്കറ്റ് വിക്ഷേപിച്ചാണ് റോക്കറ്റ് പഠിക്കുന്നത്, റോക്കറ്റ് എന്താണെന്ന്. നമ്മളെ കുട്ടികൾക്ക് പടം വരച്ച് വിട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു, ഇതാണ് റോക്കറ്റ് എന്ന്. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഒരു പ്രത്യേക എനർജിയാണ്. അതനുസരിച്ച് പുതിയ മാറ്റങ്ങൾ അവൻ ചിന്തിക്കും. ഈ റോക്കറ്റ് എങ്ങനെയാണ് പുതിയ രീതിയിൽ കൊണ്ടുപോകാം. ഇതുപോലെ എല്ലാ കാര്യങ്ങൾക്കും അവനെ ചിന്തിക്കേണ്ട ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. വെറുതെ തിയറി പഠിച്ചിട്ട് കാര്യമില്ല. ഇതും കൂടെ പാരലായിട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഒരു സ്കൂൾ തുടങ്ങണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതും പ്രത്യേകിച്ച് ഞാൻ ഇപ്പം വളർന്നത് വഞ്ചൂർ എന്ന് പറഞ്ഞ ഏരിയയിലാണ്. അവിടെ തന്നെ അങ്ങനെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പം ചില കുട്ടികളെ കുറിച്ച് ഞാൻ പൊതുവായിട്ട് ചോദിക്കുക, ചില കുട്ടികളെ കുറിച്ച് അവനൊരു പഠിപ്പിസ്റ്റാണെന്ന് പറയും, പക്ഷേ സാമൂഹ്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവനൊരു കോണ്ടാക്റ്റും കാണില്ല. തീർച്ചയായിട്ടും ഉള്ളത് അതൊന്നും മാറ്റണം, ഉറപ്പായിട്ട് മാറ്റണം. കാര്യം അവനെ അടച്ചിട്ട് പഠിപ്പിക്കുന്ന പോലെയാണ്. നീ പോകല്ലേ എന്ന് പറയും, പുറത്ത് പോകല്ലേ, ഞാൻ നിനക്ക് എന്തും വാങ്ങിക്കൊണ്ടുവരാം. കുട്ടിയെ പറഞ്ഞു വിടണം. കൂട്ടുകാരായിട്ട് മിങ്കിൾ ചെയ്യാനും തീർച്ചയായിട്ടും ഉള്ള കൂട്ടുകാർ തന്നെയാണ് അതിൻ്റെ എനർജി എന്ന് പറയുന്നത്. നല്ല കൂട്ടുകാർ ആയിരിക്കണം. നമ്മൾ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കണം, നീ ഇപ്പം എവിടെ നിൽക്കുന്നു. ജസ്റ്റ് ആരും വിളിക്കാനില്ലാന്ന് തോന്നുമ്പോഴാണ് അവൻ എന്തും ചെയ്യാന്നുള്ള ഇത് വരുള്ളൂ. ജസ്റ്റ് എത്ര കൂട്ടുകാരുടെയും പോട്ടെ, ഞാൻ 12 മണിക്കായാലും എൻ്റെ മക്കളെ കണ്ടില്ല, ജസ്റ്റ് ഞാൻ വിളിക്കുക, നീ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, എത്ര മണിക്ക് വരും. ഇപ്പം നമ്മളിപ്പം ഒരു പേഴ്സ് എടുത്ത് മോൻ്റെ കൊടുക്കുകയാണ്, മോളെ കൊടുക്കുകയാണ്, നിനക്ക് ആവശ്യമുള്ള പൈസ എടുത്തു. നമ്മൾ ഒളിച്ചു വെച്ചാൽ അവൻ വേണമെങ്കിൽ പേഴ്സിന് എടുക്കാം. കൊടുത്തിട്ട് പറയാണ്, എനിക്ക് നീ ചെയ്ത കണക്ക് എന്തൊക്കെ ചെയ്തു, ആ കണക്ക് താ എന്ന് പറഞ്ഞാൽ കുട്ടികൾ തീർച്ചയായിട്ടും സത്യസന്ധമായിട്ട് തന്നെ പെരുമാറും. കുട്ടികളെ വിശ്വസിക്കുകയും വേണം. 100% സമൂഹ ജീവിയെ വളർത്തുകയും ചെയ്യണം. അല്ലാതെ മുറിക്കകത്ത് അടച്ചിട്ട് അവരെ ആക്ടിവിറ്റീസിനൊക്കെ വിടുക, അസോസിയേഷൻ ആക്ടിവിറ്റീസ്, അങ്ങനത്തെ ആക്ടിവിറ്റീസ് എല്ലാത്തിലും അവർ പങ്കെടുക്കണം. രാഷ്ട്രീയത്തിലാണെങ്കിൽ രാഷ്ട്രീയത്തിൽ പോട്ടെ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ പോകാത്തവരാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ വിവാഹമോചനമൊക്കെ കൂടാൻ ആ ധാരയിൽ വന്നവർ, അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവർ 18ഉം 19ഉം പ്രേമിച്ചൊക്കെ പോകുന്നവരുണ്ട്. പക്ഷേ ഇവർക്ക് കുറച്ച് ഹയർ സ്റ്റഡീസിന് പോകുമ്പം ഇവർക്ക് ഇതിനെക്കാട്ടിലും ബെറ്റർ ആൾക്കാരെ കണ്ടുമുട്ടും. അപ്പോൾ ഇവരൊരു പഴഞ്ചനായിട്ട് തോന്നും. അതിനെക്കാട്ടിലും പഠിക്കുന്ന ഒരു 18-19 വരെ ഇതൊന്നും ചിന്തിക്കാതെ നമുക്ക് എത്തേണ്ടിടത്ത് എത്തിയതിന് ശേഷം പിന്നെ ചിന്തിക്കാം. നല്ല കോളേജുകളിൽ പോയിട്ട് നല്ല കൂട്ട് കിട്ടും, നല്ല കമ്പനി കിട്ടും, വളരെ മച്ചുവറായിട്ടുള്ള കുട്ടികളുമായിട്ട് കമ്പനി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴും ചിന്തിക്കാം, പ്രേമിക്കണോ വേണ്ടയോ. പ്രേമിക്കുന്ന തെറ്റേ അല്ല, പക്ഷേ പഠിക്കുന്ന ഒരു സമയമുണ്ട്. പ്രത്യേകിച്ച് 17-18 എന്ന് പറഞ്ഞാൽ +1 +2 ആരൊക്കെയാണോ താഴെ വീഴുന്നിട്ടുണ്ടോ, ഈ പ്രേമത്തിൽ പെട്ടിട്ടുണ്ടോ, അവരൊന്നും ഇന്ന് വരെ ഹയർ ഇതിൽ പോയിട്ടില്ല. എവിടെയോ എത്തേണ്ട കുട്ടികളാണ്, പക്ഷേ ഇതിൽ ചെന്ന് വീഴുന്ന് ഒന്നും ആകാതെ പോകുന്നുണ്ട്. അതും ലൈഫ് നേരെ പോകുമെന്ന് വെച്ചാൽ ഇല്ല. 30 വയസ്സിലൊക്കെ ആകുമ്പോൾ ഇതാ രണ്ടുപേരും 2 പാർട്ടായിട്ട് പോകുന്നതും കാണും. ഇപ്പോൾ ഈ ഉഴപ്പുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ അതായത് ഈ പഠിക്കുന്നതിനുള്ള ഒരു പീരീഡ് ഉണ്ടല്ലോ, അതെ, ഇത് നാളെ കിട്ടില്ലെന്ന് മുതിർന്ന ആൾക്കാർ പറയുമായിരുന്നു. അതെ, അതിന് ഈ ഉഴപ്പുന്ന കുട്ടികളോട് എന്താ പറയുക? അവർ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുക. അവർക്ക് ചിലപ്പോൾ സയൻസ് ഇഷ്ടമായിരിക്കില്ല, കൊമേഴ്സ് ആയിരിക്കും വിടുന്നത്. പാരൻറ്റ് പറയുന്നത് ഈ സയൻസ് തന്നെ പഠിക്കണമെന്ന്. കൊമേഴ്സ് ആയാൽ ചിലപ്പോൾ അവൻ അതിൽ ഭയങ്കര മിടുക്കനായിട്ട് മാറാം. അല്ലെങ്കിൽ അവന് വേറെ ഏതെങ്കിലും കല ഇതിലായിരിക്കാം ഉള്ളത്, ഡാൻസോ അങ്ങനെ, അവനെ അതിലോട്ട് വിടുക. അവനെ ഇനി അവൻ്റെ ആ ഉഴപ്പ് ടെൻഡൻസി മാറണമെങ്കിൽ ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അവന് ഇഷ്ടമുള്ളതിലോട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾ തന്നെ അവർ ഈ നാളത്തേക്ക് പഠിത്തം മാറ്റി വയ്ക്കരുത്, അങ്ങനെയില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അന്നെന്നുള്ള ജോലി ടൈം ടേബിൾ വെച്ച് എത്ര സമയമായാലും തീർക്കണം. ഇപ്പം ഞാൻ 6 മണിക്കൂർ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു, വേണ്ട 5 മണിക്കൂറായി മതി. പക്ഷെ അന്നെന്നുള്ള വർക്ക് കറക്റ്റായിട്ട് അവർ തീർക്കണം. പിന്നീടത്തേക്ക് ബാക്കി വയ്ക്കൽ അത് നടക്കില്ല. പിന്നെ അടുത്ത ദിവസം വേറെ പ്രശ്നങ്ങളുണ്ടാവും, അതിൻ്റെ അടുത്ത ദിവസം എൻ്റെ വീട്ടിൽ ആരെങ്കിലും ബന്ധുക്കൾ വരും, ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ ആ ചാപ്റ്റർ തന്നെ അങ്ങ് വിടും. ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ എൻട്രൻസ് ജയിക്കാൻ എന്തെങ്കിലും ഒരു മാജിക് ഉണ്ടോ? മാജിക് ഒന്നുമില്ല, ഓൺലി ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്കേ ഉള്ളൂ. നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ട് ഗവൺമെൻറ്, അത് പഠിക്കുക. പലരും ടെക്സ്റ്റ് ബുക്ക് വായിക്കാറില്ല, ഗൈഡുകൾ നോക്കിയാണ് വായിച്ച് കൊണ്ടുപോകണം. ഗൈഡ് ഒരിക്കലും വായിക്കരുത്, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. അവർക്കൊരു NCERT ബുക്ക് കൊടുത്തിട്ടുണ്ട്, അത് ഫുൾ വായിക്കുക. ആരൊക്കെ വായിക്കുന്നുണ്ടോ അവന് ബോർഡ് എക്സാമിനും മാർക്ക് കിട്ടും, എൻട്രൻസിനും മാർക്ക് കിട്ടും. അത് കൂടുതൽ എളുപ്പമാക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ ഇത് മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് സഫയർ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും പഠന മെറ്റീരിയൽ എല്ലാം കൊടുത്ത് നമ്മൾ ഈ മെറ്റീരിയൽ കൊടുത്ത് NCERT ബുക്കിനെ എളുപ്പത്തിൽ നമ്മൾ തന്നെ
അതിനെ വീണ്ടും ഒന്ന് റീറൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ കാര്യം NCERT-യിലെ ചില കാര്യങ്ങളൊന്നും ഒരു അടുക്കും ചിട്ടയില്ല. നമ്മൾ അതിനെ റീറൈറ്റ് ചെയ്ത് കുട്ടികളെ കൊണ്ട് അത് വായിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സഫയറിൻ്റെ അകത്ത് NCERT ബുക്ക് തന്നെയാണ് നമ്മൾ അവിടുത്തെ മെയിൻ ബുക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറം വേറൊരു ബുക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. സഫയർ കുട്ടികളെ പഠിപ്പിച്ച് നല്ല വിജയം നേടിയിട്ടുള്ള പലരും പറയാറുണ്ട്, അവിടെ നമ്മളെ ഒരു കുട്ടിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവർ ഇടയ്ക്ക് വിളിക്കും, നമ്മളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കുട്ടികളുടെ പഠിത്തത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ പിന്നെ വേറെ തിരിഞ്ഞു നോക്കേണ്ടതില്ലെന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നാറില്ല? തീർച്ചയായിട്ടും ഉള്ളത്. നമുക്ക് അതിൻ്റെ അപ്പുറം ജീവിതത്തിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. കാര്യം എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നു, നമുക്കിങ്ങനെ ഒരു ഫീൽഡ് കിട്ടി, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ കിട്ടിയത് തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ കാണുന്നത്. കാരണം നമുക്കറിയാവുന്നുള്ള 10 കാര്യം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു. അത് വളരെ കമ്മിറ്റഡ് ആണ് കാര്യം. തീർച്ചയായിട്ടും ഉള്ളത്. അപ്പോൾ സഫയർ കൂടുതൽ വിജയങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാ ആശംസയും. എല്ലാ